ഇനി തൃശൂരിലേക്കാണ്. തൃശൂർ വാടാനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ തെങ്ങുകളും കടപുഴകി വീണു. നടരാജ് പരശുരാം തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നടരാജ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പല വീടുകളിലും വെള്ളം കയറിയ ഒരു സാഹചര്യമാണ്. എന്താണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ? അവരെന്താണ് പറയുന്നത്? ശക്തമായ മഴ 2 ദിവസമായി തൃശൂർ ജില്ലയിൽ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയോടുകൂടി കടലാക്രമണം രൂക്ഷമായത്. നിരവധി വീടുകൾ വെള്ളത്തിലായിട്ടുണ്ട്. നിരവധി തെങ്ങുകൾ പ്രദേശത്തൊക്കെ തന്നെ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. സീവാൾ റോഡ് തകർന്നിട്ടുണ്ട്. വീടിനുള്ളിൽ വെള്ളം കയറുകയും തകരുകയും ചെയ്ത പല സ്ഥലങ്ങളുമുണ്ട്. വടക്കൻ കുഞ്ഞയ്യപ്പക്കുട്ടി എന്ന ആളെ അവിടുത്തെ ആ ഭാഗത്തെ ആളുകളെ വീടുകൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ തിരമാലയിൽ വെള്ളം ആഞ്ഞടിച്ച് വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കടലോര മേഖലയിലെ വീടുകളിലും പറമ്പിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. കൂടുതൽ കടലാക്രമണം ശക്തമാവാനുള്ള ഒരു സാധ്യതയാണെന്നാണ് പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. വാടാനപ്പള്ളി ബീച്ച് മുതൽ കൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ മുതൽ വലിയ രീതിയിൽ മഴ ഇവിടെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റു കുടുംബങ്ങളോട് മാറി താമസിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള കടലാക്രമണം പല ഭാഗത്തുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ജില്ലയിൽ മറ്റ് നഗരമേഖലകളിലും വലിയ രീതിയിൽ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ചാലക്കുടി, ചാവക്കാട്, തൃശൂർ നഗരം, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലും തുടരുന്നുണ്ട്. അതുപോലെ തന്നെ അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള വനമേഖലകളിലും കനത്ത മഴ തുടരുകയാണ്.